സെർച്ചിങ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയർ സെർച്ചിങ് അതിനെ ഡിസ്റ്റർബ് ചെയ്യാനോ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. കാര്യം ഇവിടെ നിന്ന് ഇത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് വരും. അതുകൊണ്ട് ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗങ്ങളിൽ നമ്മൾ നിരീക്ഷണത്തിന് ആളുകളെ വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലും അതേപോലെ തന്നെ ഇന്ന് രാവിലെയും നമ്മൾ ജനങ്ങളെ പ്രൊട്ടക്ഷനാണ് കൂടുതൽ നോക്കിയത്. സെഞ്ചുറിയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകളെ കംപ്ലീറ്റ് നോക്കിയിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കേസ് എന്താണെന്ന് പറഞ്ഞാൽ ഉച്ചയോട് കൂടിയിട്ട് നമ്മൾ വെറ്റിനറി ടീം മാത്രം ഒരു സെർച്ചിങ്ങിന് പോകും. മറ്റ് സ്ഥലങ്ങളിലുള്ള പോലെ നമ്മൾ ഒരു കംപ്ലീറ്റ് കോമ്പിംഗ് ഇന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ ആൾക്കാരും CCFും മറ്റുള്ള ആളുകളും എല്ലാ ആളുകളും ഇവിടെ മാനന്തവാടി തന്നെ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ആൾക്കാരും വെറ്റിനറി ടീം എല്ലാം റെഡിയാണ്. ടീം റെഡിയാണ്. ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് കോമ്പ് ചെയ്യാനും ആളുകളെ ഇതാക്കാനുള്ളൊരു ശ്രമത്തിലാണ് നമ്മളുള്ളത്. പിന്നെയുള്ള കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രസൻസ് ഇവിടെ തന്നെയുണ്ട്. നമ്മളെ ഫോറസ്റ്റിൻ്റെ അടുത്ത് തന്നെ ഇതിൻ്റെ പ്രസൻസ് ഉണ്ട്. അതിനുശേഷം ഡാറ്റിങ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനുശേഷം നോക്കിയിട്ട് പിടിക്കാനുള്ളൊരു പരിപാടിയിലാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പോലെ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിങ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നില്ല. കാര്യം ഇവിടുന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ A to Z സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ തന്നെ നിലനിർത്താനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ 4 ഭാഗത്ത് നമ്മൾ ആളുകളുമൊക്കെ എന്നും ഫുൾ ടൈം പെട്രോളിങ് ഇന്നും നാളെയും എല്ലാ ദിവസങ്ങളും നമ്മളിത് കേജ് ചെയ്യുന്നത് വരെയുള്ള പെട്രോളിങ് നടന്നുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ ഡ്രോണ് നമ്മൾ ഏകദേശം 38 ക്യാമറകൾ ഓൾറെഡി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഇന്ന് 6 ലൈവ് സ്ട്രീം ക്യാമറകളും കൂടെ വെക്കുന്നുണ്ട്. അതുകൂടാതെ പെട്രോളിംഗ് ടീം രണ്ട് RRT ടീമുകൾ വെക്കുന്നുണ്ട്. മറ്റ് ഡിവിഷനുകളിലെ സ്റ്റാഫും വൈൽഡ് ലൈഫും അതേപോലെ തന്നെ സൗത്ത് വയനാട് അവിടെയൊക്കെയുള്ള എല്ലാ സ്റ്റാഫും ഇവിടെ നമ്മൾ കോമ്പിങ്ങിനായിട്ട് ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ കമാൻഡിനനുസരിച്ചിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യും. അതിനേക്കാളുപരി നമ്മളിന്ന് ബോഡീൻ്റെ അവിടെയുള്ള അവർ കൊണ്ടുവരുന്ന സംസ്കാര ചടങ്ങും കൂടെ നടക്കുന്നുണ്ട്. അവിടേക്കും ആൾക്കാർ പോകാനുള്ളതെല്ലാം കൊണ്ട് ഇന്നലെ തന്നെ നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോമ്പൻസേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ അവസ്ഥയിൽ ഇന്ന് ഒരു ഉച്ചയോട് കൂടിയിട്ട് കാര്യങ്ങൾ നമ്മളെ കൺട്രോളിൽ വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ഈ മേഖലയിൽ നടത്തിയ തെരച്ചിലിൽ ക്യാമറ ട്രാപ്പുകളിലോ കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കടുവയുടെ സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ ഐഡന്റിഫൈ ചെയ്യാനാണുള്ളത്. അതിനുള്ള പരിപാടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. തെർമൽ ഡ്രോൺ ഉണ്ടാവും സാറേ? തെർമൽ ഡ്രോൺ ഇന്നലെയും തെർമൽ ഡ്രോൺ ഉണ്ട്, ഇന്നും തെർമൽ ഡ്രോൺ ഉണ്ട്. ഇന്നും 2 നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിലവിലുള്ള ക്യാമറ നമ്മൾ ഇപ്പം നോക്കുന്നില്ല. കാരണം കൂടുതൽ ഡിസ്റ്റർബൻസ് ആവേണ്ടെന്ന് കരുതിയിട്ട് തെർമൽ ഡ്രോൺ പറത്തിയാൽ പ്രശ്നമാവില്ല. ഇതിന്റെ തെർമൽ ഡ്രോണിന്റെ ശബ്ദം കാരണം ഇത് വലിയ അങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കേജിംഗ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തീർക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാത്രിയും കൂടെ നമുക്ക് അറിയുള്ളൂ. ഇന്ന് നമ്മളെ പ്രൈമറി സെർച്ചിങ്ങിൽ നമ്മൾ ആ ഭാഗങ്ങളിലൊക്കെ ഇതിന്റെ കാൽപ്പാടുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ 3 കൂടുതൽ ഒരു കുടുംബം ഈ സംഭവം നടന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഇനിയുള്ള ഒന്നുകൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് നമ്മൾ അപ്പുറത്ത് വെക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് നമ്മളിന്ന് ഒന്നുകൂടെ സെറ്റ് ചെയ്യാനുള്ള പരിപാടി. അരുൺ സാർ എത്തുന്നതോട് കൂടിയിട്ട് നമ്മൾ കൂടുതൽ ഡിസിഷനിലേക്ക് കുങ്കിയാനകളും കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. തന്നെയുണ്ട്. പക്ഷേ കുങ്കിയാനകൾ നമ്മൾ ഡാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ളൊരു അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഓടക്കാടുകളുണ്ട്. ഈ ഭാഗത്താണ് ഇത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് സൈറ്റിംഗ് കിട്ടാത്തത്. ഈ ക്യാമറയിലെ ദൃശ്യം നോക്കിക്കഴിഞ്ഞാൽ ഈ കടുവയുടെ പ്രായം അതെല്ലാം നമുക്ക് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഈ ചിറക്കരയിൽ ഇറങ്ങിയ കടുവയാണോ എന്നുള്ളൊരു സംശയം ഇന്നലെ DFO പറഞ്ഞിരുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് ഡാറ്റാബേസിലുള്ള കടുവയാണോ എന്നുള്ള സംശയം ഉണ്ടോ? പഗ്മാർക്ക് നോക്കിയാൽ നമുക്ക് ഏതാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത് മെയിൽ ഓർ ഫീമെയിൽ എന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അതിൻ്റെ ഈ കറക്റ്റ് ഇമേജ് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഏതാണ് നമ്മൾ ഡാറ്റാബേസിലുള്ളതാണോ. ഇനി അല്ലെങ്കിൽ നമ്മൾ NTCAക്ക് അയച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് കൺഫേം ചെയ്യാണ് ചെയ്യാറ്. നമ്മുടെ ടീം എന്തിനും തയ്യാറാണ്. ടീം കംപ്ലീറ്റ് റെഡിയാണ്. നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പോലെയുള്ള ഒരു വളരെ ദ്രുതഗതിയിലുള്ള ഒരു ഓപ്പറേഷൻ ഇവിടെ നടത്തുന്നില്ല. കാരണം ബിറ്റാണ്. അവിടുന്ന് അടുത്ത ബിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻസ് ഒക്കെ അവിടെയും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഓൾറെഡി ബേസ് ക്യാമ്പ് നമ്മൾ ഇവിടെ എസ്റ്റേറ്റിൽ നമ്മളെ ഇപ്പോൾ ഉള്ള പോയിന്റ് നിലനിർത്തി കേജിങ്ങുള്ള ശ്രമമാണ്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു.